ADM നവീൻബാബുവിൻ്റെ മരണം അത് കൊലപാതകമാണെന്ന് എനിക്ക് തോന്നുന്നു. നവീൻബാബുവിൻ്റെ മരണം CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ മഞ്ജുഷ സുപ്രീം കോടതി കേസ് ഫയൽ ചെയ്തു. പോസ്റ്റ്മോർട്ടം മാത്രം നോക്കിയാൽ മതി ഇതൊരു കൊലപാതകമാണെന്ന് തീർത്ത് പറയാൻ പറ്റും. 14/10/2024 വൈകിട്ട് യാത്രയപ്പ് കഴിഞ്ഞ് നവീൻബാബു ADM തൻ്റെ ക്വാർട്ടേഴ്സ് അടച്ച് പൂട്ടി അതിൻ്റെ താക്കോല് ഡ്രൈവറെ ഏൽപ്പിച്ചു. ക്വാർട്ടേഴ്സ് വിട്ടു. 8:55 ട്രെയിൻ കയറണം. അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അവിടെ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം അവിടെ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി എന്നൊരു ആണ് ഡ്രൈവർ പറയുന്നത്. ഇവിടെ മുതൽ ഇതിൻ്റെ ദുരൂഹത തുടങ്ങുന്നു. അദ്ദേഹം തിരിച്ചൊരു ടൊയോട്ട വെള്ളക്കാറിൽ മടങ്ങിപ്പോയതായിട്ട് വാർത്തയുണ്ട്. അത് അവിടെ ഒരു സ്ത്രീ കണ്ടതായിട്ട് പറയുന്നുണ്ട്. ആ സ്ത്രീ ഈ വിവരം പത്തനംതിട്ടയിൽ പോയി മഞ്ജുഷയുടെ വീട്ടുകാരെ അറിയിച്ചു. ബോഡി പ്രിസർവ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ബോഡി ദഹിപ്പിച്ച് കളഞ്ഞു. ഇനി ഒരു റീപോസ്റ്റ്മോർട്ടത്തിന് ചാൻസ് ഇല്ല. രാവിലെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന ഭാര്യയും മഞ്ജുഷയും പെൺകുട്ടികളും അച്ഛനെ പ്രതീക്ഷിച്ച് സന്തോഷത്തോടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നിരുന്നു. ട്രെയിൻ വന്നു പോയി. അച്ഛൻ ഇറങ്ങിയില്ല. അവർ TTRനെ വിളിച്ചു. അങ്ങനെ ഒരാൾ ട്രെയിൻ ബുക്ക് ചെയ്തിരുന്നു. പക്ഷെ ട്രെയിനിൽ കയറിയില്ല. സീറ്റ് വേക്കൻ്റ് ആണ്. ഉടൻ തന്നെ അവർ അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ ഷംസുദ്ദീനെ വിളിച്ചു. ആൾ ട്രെയിൻ കയറി വന്നിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ മറുപടി പറഞ്ഞു. ഷംസുദ്ദീനെ അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിൽ പോയി നോക്കി. തൊട്ടടുത്തുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിച്ചു. ADMൻ്റെ അവിടുത്തെ കളക്ടറായിരുന്ന ആളുടെ പോലീസുകാരനെ അവിടെ വിളിച്ചു. അവർ 3 പേരും ആ മുറി നോക്കി. മുറി വാതിൽ തുറന്നു കിടക്കുന്നു. അദ്ദേഹം തൂങ്ങി നിൽക്കുന്നത് ചെറിയ ഒരു കോർഡിലാണ് എന്നും പറയുന്നു. വളരെ ദുരൂഹമാണ് ആ മരണം. പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളില്ല. ഇൻക്വസ്റ്റ് നടക്കുമ്പോൾ ബന്ധുക്കളില്ല. അവർ വരാൻ വരെ വെയിറ്റ് ചെയ്തില്ല. അതൊക്കെ പോലീസിൻ്റെ ഭാഗത്തുള്ള വീഴ്ചയാണ്. എന്ത് ന്യായം പറഞ്ഞാലും ശരി, ഒരാൾ മരണപ്പെട്ടു പോവുകയാണ്. ആ വീട്ടുകാരെ അവരെ ആശ്രയിച്ച് കഴിയുന്ന അദ്ദേഹത്തിന് അവസാന നിമിഷം എന്ത് സംഭവിച്ചെന്ന് അറിയാനുള്ള ആഗ്രഹം മഞ്ജുഷയ്ക്കും കുടുംബത്തിനും ഉണ്ട്. അതവിടെ നടന്നില്ല. പോസ്റ്റ്മോർട്ടം ചെയ്തു. ബോഡിയാണ് അവർ കണ്ടിരിക്കുന്നത്. എന്തായാലും ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ് ഇതിൻ്റെ സത്യം വെളിവാക്കുന്നത്. സുപ്രീം കോടതിയിൽ അത് തന്നെയാണ് പറയേണ്ടത്. അത് പറഞ്ഞില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ തീർച്ചയായിട്ടും അനുകൂലമായൊരു വിധി ഉണ്ടാവില്ല. കേസ് ഡയറി എഴുതി അത് പരിശോധിച്ച് ഹൈക്കോടതിക്കകത്ത് അതൊരു സൂയിസൈഡ് ആത്മഹത്യയുടെ നിലവാരത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അത് കേസ് ഡയറി നോക്കി പരിശോധിച്ചതിലാണ്. പക്ഷെ കോടതിയും അതുപോലെ തന്നെ ആ SHOയും ആ പോസ്റ്റ്മോർട്ടത്തിനകത്തെ ചില കാര്യങ്ങൾ വിട്ടുപോയി. പോസ്റ്റ്മോർട്ടത്തിനകത്ത് അത് പരിശോധിച്ചാൽ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡിയിൽ തൂങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കടവായിക്കൂടെ സലൈവ ഒഴുകിപ്പോകണം. പോകാതെ ഇരിക്കുന്ന സന്ദർഭങ്ങളും ഉണ്ട്. എങ്കിലും അല്പസ്വല്പമെങ്കിലും ഒഴുകും. അത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ കാണണം. ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ പോലീസും കാണണം. പക്ഷേ പോസ്റ്റ്മോർട്ടത്തിൽ ആ കടവായിക്കൂടെ അല്ലെങ്കിൽ വായുടെ ഒരു വശത്തു കൂടി സലൈവ ഒഴുകിയിട്ടില്ല. അത് സലൈവ ഒഴുകുന്നത് കഴുത്തിലെ കെട്ടെവിടെയാണോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ വേണം ഒഴുകാൻ. ഇതുണ്ടായില്ല. അത് ഒരു പാളിച്ച തന്നെയാണ്. അതേപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ആത്മഹത്യക്ക് അങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടാവും. അത് ഡോക്ടർ വിട്ടുകളഞ്ഞു. മനഃപൂർവ്വമാകാൻ സാധ്യത കൂടുതലാണ്. മറ്റൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടത്തിലെ അദ്ദേഹത്തെ രക്തത്തിലെ മലം ഒരു കഴഞ്ചു പോലുമില്ല. യൂറിനറി ബ്ലാഡറിൽ മൂത്രസഞ്ചിയിൽ ഒരു തുള്ളി പോലും മൂത്രവുമില്ല. അതെന്ത് പറ്റി? സാധാരണഗതിയിൽ
ഒരാൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് മലം പോകാം, മൂത്രം പോകാം. നമ്മളൊക്കെ രാവിലെയും ഉച്ചയ്ക്കും ആഹാരം കഴിച്ചാൽ വൈകിട്ട് കഴിച്ചില്ലെങ്കിലും 4 മണിക്ക് ഒരു ചായയും കൂടെ കുടിച്ച് പോയാൽ അടുത്ത ദിവസം രാവിലെ ബാത്റൂമിൽ പോവും. അല്പം മലവും അല്പം മൂത്രവും പോകണം. അങ്ങനെയാണ് മനുഷ്യ ശരീരത്തിൻ്റെ സൃഷ്ടി. ഇവിടെ ഒരു തുള്ളി പോലും മലം അദ്ദേഹത്തിൻ്റെ മലാശയത്തിൽ ഉണ്ടായില്ല. ഒരു തുള്ളി പോലും മൂത്രവും മൂത്രസഞ്ചിയിലില്ല. ഇത് സംഭവിക്കുന്നത് സാധാരണഗതിയിൽ മലന്ന് കിടക്കുന്ന ഒരാളുടെ ഗ്രോയിൻ ഏരിയയിൽ ഒരു ചവിട്ട് ചവിട്ടിയാൽ മലവും മൂത്രവും വെളിയിലോട്ട് പോകും. ഇവിടെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഗ്രോയിൻ ഏരിയയിൽ അവിടെ ഒരു സമ്മർദ്ദം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ബ്ലീഡിങ് ഉണ്ടായി. ആ ബ്ലീഡ് ചെയ്ത രക്തവും അത് അദ്ദേഹം ധരിച്ചിരുന്ന ജഡ്ഡിക്കകത്തും ഉണ്ടാകാം. അത് കഴുകി കളഞ്ഞിരിക്കാം പ്രതികൾ. അവിടെയൊക്കെ ക്ലീനാണ്. പക്ഷേ കഴുകിക്കളഞ്ഞാലും ശരി, ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ സന്ദർഭത്തിൽ ആ ASI ബ്ലഡ് വീണ്ടും ബ്ലീഡ് ചെയ്ത് വന്നിരിക്കുന്നത് കണ്ടു. എവിടെ നിന്നാണ് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തിൻ്റെ ഗ്രോയിൻ്റെ അടിഭാഗത്ത് രക്തം ബ്ലീഡ് ചെയ്തിരിക്കുന്നത് ഇൻക്വസ്റ്റിനകത്ത് നോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫോറൻസിക് ഡോക്ടർ കണ്ടില്ല. മനഃപൂർവ്വം കാണാതെ വിട്ടതാണോ? അതേപ്പറ്റി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് ഇൻക്വസ്റ്റിലുള്ള ആ ബ്ലഡ് അദ്ദേഹം കണ്ടില്ല? പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർക്ക് വേറെ രോഗികളെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹം കൃത്യമായി ഫോറൻസിക്കിലെ ആ ജോലി ചെയ്തിരിക്കണം. അപ്പം അത് മൂത്രസഞ്ചിയിൽ ഒരു തുള്ളി യൂറിനില്ല, അല്ലെ മൂത്രമില്ല. മലാശയത്തിൽ ഒരു കഴഞ്ചും മലവും ഇല്ല. അത് കൃത്യമായി എന്തുകൊണ്ട് ഇല്ല എന്ന് SHO ചോദിച്ച് മനസ്സിലാക്കണം. ചെയ്തിട്ടില്ല. അത് തന്നെയല്ല, പിന്നെ ഏറ്റവും വലിയ ഒരു തെറ്റ് ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്ക് പറ്റി. കാരണം അവരുടെ വിസറ അത് പരിശോധനയ്ക്ക് കെമിക്കൽ എക്സാമിനർ ലാബറട്ടറിയിൽ അയച്ചോ എന്നുള്ള വിവരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല. അതേപ്പറ്റി ഒരു വിശദീകരണവും കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് അയാൾ അത് എടുത്തില്ല? അതൊരു മാൻഡേറ്ററിയാണ്. കൃത്യമായി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആളിൻ്റെ വിസറ എടുക്കണം. എന്താണ് വിസറ? വിസറ എന്ന് പറയുമ്പം അവരുടെ ചെറുകുടലും വൻകുടലും അത് പരിശോധനയ്ക്ക് അയക്കണം. അതോടൊപ്പം തന്നെ ഹാർട്ട് അയക്കും, ലിവർ അയക്കും, ചിലപ്പോൾ പാൻക്രിയാസ് അയക്കും. ഇത് നമുക്ക് ചില പോയിസണൊക്കെ കഴിച്ചിരുന്നോ കൊടുത്തിരുന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കും കെമിക്കൽ എക്സാമിനർ ലാബറട്ടറിയിൽ. അത് അയച്ചിട്ടില്ല, അത് എടുത്തിട്ടില്ല എങ്കിൽ ഡോക്ടർ ഒന്നാം പ്രതിയാവും. ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ കളിച്ചു എന്നെനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന് ആകെ അറിയാവുന്ന വർക്ക് അതാണ്. അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തും എല്ലാ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരും. ഫോറൻസിക് ഡോക്ടർമാരെ എത്രയോ പോസ്റ്റ്മോർട്ടം ചെയ്തത് നമ്മൾ കണ്ടിരിക്കുന്നു. എത്ര കൃത്യം അവരത് എഴുതും. അത് അവരുടെ ജോലിയാണ്. അവരത് മാത്രമാണ് ചെയ്യുന്നത്. ഡെയിലി 3ഉം 4ഉം പോസ്റ്റ്മോർട്ടം ചെയ്തിരിക്കാം. കൃത്യമായി വിസറ അയക്കും. അതിൻ്റെ പരിശോധന റിസൾട്ട് വന്ന ശേഷം മാത്രമേ ആ മരണകാരണം ഫൈനൽ റിപ്പോർട്ട് അവർ സാധാരണഗതി റിപ്പോർട്ട് ചെയ്യുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. ഇവിടെ എന്തുകൊണ്ട് വിസറ എടുത്തില്ല, എന്തുകൊണ്ട് അത് കെമിക്കൽ എക്സാമിനർ അയച്ചില്ല, അതിന് വിശദീകരണം അയാളോട് ചോദിച്ചിട്ടുണ്ടോ SHO? അതിന് ആ വിവരങ്ങളൊക്കെ കേസിലേറി ഉണ്ടോ നോക്കണം. ഏതായാലും CBI അന്വേഷണം ഉണ്ടാകുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സുപ്രീം കോടതിയെ അറിയിച്ചാൽ 100% ഇതിനകത്തൊരു CBI അന്വേഷണം ഉണ്ടാവും. അതിന് യാതൊരു സംശയവുമില്ല. മാനസികമായി ആ കുടുംബം തകർന്നിരിക്കുകയാണ്. നവീൻ ബാബുവിൻ്റെ അമ്മയും 2 കുട്ടികളും, പിതാവ് സ്വന്തം നാട്ടിൽ ജോലിക്ക് വരുന്ന പ്രതീക്ഷയോടെ സന്തോഷത്തോടെ റെയിൽവേ സ്റ്റേഷനിൽ പോയി സ്വീകരിക്കാൻ നിന്നതാണ്. കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു. അദ്ദേഹം ഒരു കുട്ടിയെ അല്ലെങ്കിൽ 2 കുട്ടികളെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കാണാൻ സന്തോഷപൂർവ്വം അവിടുന്ന് ട്രാൻസ്ഫർ കിട്ടി പോയ വ്യക്തിയാണ്. എന്തുകൊണ്ട് ട്രെയിനിൽ കയറിയില്ല? അതിനു മുമ്പുണ്ടായ സംഭവത്തെപ്പറ്റി വിശദീകരണം അടിയന്തരമായിട്ട് ആവശ്യമുണ്ട്. എങ്ങനെയാണ് ആ വാതിൽ തുറന്നത്? ആരാണ് തുറന്നത്?
താക്കോൽ കൊടുത്തു പോയ ആള് പിന്നെ എങ്ങനെയാണ് ആ മുറിക്കകത്ത് വന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ചില കാര്യങ്ങളുടെ അതിൻ്റെ അകത്ത് കൂടെ കൂട്ടിച്ചേർക്കാനുണ്ട്. കാരണം ഇദ്ദേഹം കൈക്കൂലി വാങ്ങിച്ചെന്ന ഒരു ആരോപണം കളവായിട്ട് കൊണ്ടുവന്നു. ആരായിരുന്നു അതിൻ്റെ കാരണക്കാരൻ? ആ പണം എന്തുകൊണ്ട് ആ മുറിയിൽ നിന്ന് കിട്ടിയില്ല? ആ പണം കൊടുത്തവരാരെങ്കിലും മുറിയിൽ വന്നിരുന്നോ? എന്തായിരുന്നു സംഭവം? അത് വന്നിട്ടില്ല. ഇതിനകത്ത് നമുക്ക് പി ദീപിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് അവരെ ഒരു പ്രേരണ കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത് അവരെ ജയിലിലിട്ടു. നമ്മൾ റിമാൻഡിൽ കിടന്നു, അവർ ജാമ്യത്തിൽ വന്നു. പ്രേരണ കുറ്റം അല്ല ഇവിടെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. ഇതൊരു മർഡറായിട്ട് തന്നെ കരുതുന്നു. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് കൃത്യമായി പറയുന്നുണ്ട്. അതിൽ സുപ്രീം കോടതിയിലെ ഈ വിവരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു CBI അന്വേഷണത്തിലേക്ക് പോകും എന്ന് ഞാൻ കരുതുന്നു.